കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവതേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു എന്നത് വെളിപാട് പുസ്തകം 21 അധ്യായം 9, 10 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഈ നാളുകളിൽ അപ്പോസ്തലനായ യോഹന്നാന് ദൈവം കാണിച്ച ആ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ നാം കാണേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ വെളിപാട് പുസ്തകം 17 അധ്യായത്തിലും 18 അധ്യായത്തിലും കാണുന്ന വ്യാജ സഭയായ ഈ സ്ത്രീയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും നമുക്ക് വേർപെടുവാൻ കഴിയൂ. നാം ബാബിലോണിയൻ വ്യവസ്ഥിതികൾക്ക് എതിരായി നിൽക്കുന്നത് അനേകരെ അസ്വസ്ഥരാക്കുന്നതിന് കാരണം ഈ വെളിപാടിൻ്റെ അഭാവമാണ്. നമ്മുടെ ജീവിതത്തെ ശരിക്കും പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. മഹത്വമുള്ള സഭയായ മണവാട്ടിയെക്കുറിച്ച് നമുക്ക് ഒരു യഥാർത്ഥ വെളിപാട് അത്യന്താപേക്ഷിതമാണ്. നാം പറയുന്നത് പലരും തെറ്റിദ്ധരിക്കും എന്ന് എനിക്കറിയാം. കാരണം നാം ബാബിലോണിൻ്റെ കാര്യങ്ങളെ വിട്ട് വേറുപെട്ട് നിലകൊള്ളുന്നത് കൊണ്ടാണ്. എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ എന്ന് ദൈവവചനം ഉത്ബോധിപ്പിക്കുന്നു. ആകയാൽ നമുക്കൊരിക്കലും അവളോട് കൂട്ടാളികളാകുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, അവളിൽ വളരെയധികം നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യം നല്ല കാര്യങ്ങളല്ല, നമുക്ക് ജീവനാണ് ആവശ്യം. നാം ജീവനിൽ മുന്നോട്ട് പോകണം. പ്രിയരെ, മണവാട്ടിയെക്കുറിച്ച് നാം കാണുന്നത് അതാണ്. അവൾ ക്രിസ്തുവിനെ പോലെ തന്നെ മേലിൽ നിന്നും ജനിച്ചവളും തൻ്റെ സമ്പൂർണ്ണതയിലേക്ക് വളരേണ്ടവളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നും പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. ആകയാൽ ദൈവശബ്ദത്തോടും ഭാരത്തോടും നമുക്ക് ഒന്നാകാം. ഇതിനോടനുബന്ധിച്ച് സദൃശവാക്യങ്ങളിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക. നിൻ്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോടെ നീ എൻ്റെ സഹോദരി എന്ന് പറക, വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്കുക. അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും കാക്കും. ഞാൻ എൻ്റെ വീട്ടിൻ്റെ കിളിവാതിൽക്കൽ അഴിക്കിടയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു. യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രിയെ അവളുടെ വീട്ടിൻ്റെ കോണിൻ്റെ അരികെ വീതിയിൽ കൂടി കടന്നു അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു എന്ന് സദൃശവാക്യങ്ങൾ 7 അധ്യായം 1 മുതൽ 9 വാക്യങ്ങളിൽ നാം കാണുന്നു. പ്രിയരെ, ഇത് പ്രവചനാത്മകമായ ഒരു വേദഭാഗമാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ബാബിലോണിനെ കുറിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം നല്ല കാര്യങ്ങളെയല്ല പിന്തുടരേണ്ടത്, നാം ജീവനെ പിന്തുടരുന്നവർ ആയിരിക്കണം. ബാബിലോണിനോട് ഒന്നാകുന്നത് നമ്മെ നാശത്തിലേക്കും മരണത്തിലേക്കും നയിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആ വേദഭാഗം തുടർന്ന് വായിക്കാം. പെട്ടെന്ന് ഇതാ വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടുമുള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു. അവൾ മോഹപരവശയും തന്നിഷ്ടക്കാരത്തെയും ആകുന്നു. അവളുടെ കാൽ വീട്ടിലടങ്ങിയിരിക്കുകയില്ല. ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം. ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു. അവൾ അവനെ പിടിച്ച് ചുംബിച്ചു ലജ്ജ കൂടാതെ അവനോട് പറയുന്നത്, എനിക്ക് സമാധാനയാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു. നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു, നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ എൻ്റെ കട്ടിലിന്മേൽ പരവതാനികളും മിശ്രൈമ്യ നൂൽ കൊണ്ടുള്ള വരിയൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു. മൂറും അകിലും ലവംഗവും കൊണ്ട് ഞാൻ എൻ്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. വരിക, വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം. കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം. പുരുഷൻ വീട്ടിലില്ല, ദൂരയാത്ര പോയിരിക്കുന്നു. പണ മടിശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പൗർണമാസിക്ക് വീട്ടിൽ വരികയുള്ളൂ. ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ച് അധര മാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അറുക്കുന്നിടത്തേക്ക് കാളയെയും ചങ്ങലയിലേക്ക് ഭോഷണം പോകുന്നത് പോലെയും പക്ഷി ജീവാനിക്കുള്ളതെന്നൊന്നും അറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ആകയാൽ മക്കളെ,
എൻ്റെ വാക്ക് കേൾപ്പീൻ, എൻ്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്, അവളുടെ പാതകളിലേക്ക് നീ തെറ്റിച്ചെല്ലുകയും അരുത്. അവൾ വീഴിച്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടം ആകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. സദൃശവാക്യങ്ങൾ 7-ാം അധ്യായം 10 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. പ്രിയരെ, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ബാബിലോണിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. വെളിപാട് പുസ്തകം 17-ലും 18-ലും നമ്മൾ കാണുന്നതിന് ഇത് വളരെ സമാനമാണ്. ഹൃദയം അവളുടെ വഴികളിലേക്ക് ചായരുത് എന്നതാണ് ദൈവത്തിന് നമ്മളുള്ളതായ ആലോചന. അവളുടെ പാതകളിലേക്ക് തിരിയരുത്. കാരണം അവൾ നിരവധി മനുഷ്യരെ മുറിവേൽപ്പിച്ച് വീഴ്ത്തി. ഈ പരസ്ത്രീയാൽ നിരവധി പേർക്ക് മുറിവേറ്റിട്ടുണ്ട്. ശക്തരായ നിരവധി പുരുഷന്മാർ അവളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രിയരെ, ഇന്നത്തെ സഭയിലേക്ക് നോക്കുമ്പോൾ അത് സത്യമാണ്. ദൈവപുരുഷന്മാരിൽ പലരും അവളാൽ കൊല്ലപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും. ജീവിതത്തിൽ നല്ല തുടക്കമുണ്ടായിരുന്ന നിരവധി സഹോദരന്മാർ തങ്ങളുടെ ജീവിതങ്ങളിൽ ഈ വഴിക്ക് പോയിട്ടുണ്ട്. അവർ അവളുടെ കെണികളിൽ അകപ്പെട്ടു, അവളാൽ വഞ്ചിക്കപ്പെട്ടു. ദൈവവചനം പറയുന്നത് പോലെ അവളുടെ വഴികളിൽ പോയി, അവളുടെ വഴികളിൽ നടന്നു, അവളാൽ കൊല്ലപ്പെട്ടു. പ്രിയരെ, അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിലും ഞാൻ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം നിരവധി ശക്തരായ ദൈവപുരുഷന്മാർ അവളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവളുടെ പാനപാത്രം രക്തത്താൽ നിറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. വെളിപാട് പുസ്തകം 17-ഉം 18-ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവളുടെ പ്രവൃത്തികളാലും വഴികളാലും അവൾ നിരവധി ആളുകളെ കൊന്നിട്ടുണ്ട്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാജ ക്രൈസ്തവ ലോകത്തിനെതിരെ സംസാരിക്കുമ്പോൾ നാം അസ്വസ്ഥരാകരുത്. നമ്മുടെ ജീവിതത്തിൽ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ മണവാട്ടി ദൈവത്തിൽ നിന്ന് ജനിച്ചവളാണ്. അതിലേക്ക് മനുഷ്യന് സംഭാവന ചെയ്യുവാൻ കഴിയുന്ന ഒന്നും തന്നെയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൂക്ഷ്മതയുള്ളവരാകാം. ഈ പരസ്ത്രീയിൽ നിന്ന് നാം അകന്നു നിൽക്കണം. അവൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഭാഗ്യമായി നല്ല കാര്യങ്ങളാണ്. പക്ഷേ അത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് നാം അറിയേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടായ്മയായി പൊരുത്തപ്പെടുവാൻ കഴിയാത്ത ഒരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രവചനം പറഞ്ഞു. പ്രവചനം നോക്കിയാൽ അതിൽ തെറ്റൊന്നുമില്ല. ഒരു വ്യക്തിയുടെ തെറ്റ് തിരുത്തുമ്പോൾ ആദ്യം ഉയരുന്ന ചോദ്യം അതിലെന്താണ് തെറ്റ് എന്നായിരിക്കും. താൻ പറഞ്ഞ പ്രവചനം ദൈവവചന വിരുദ്ധമായതായിരുന്നില്ല. അതുകൊണ്ട് മാത്രം അത് ശരിയായിരിക്കണമെന്നില്ല. അത് ദൈവത്തിൽ നിന്ന് ഉളവായതാണോ എന്നതാണ് പ്രധാനം എന്ന് നാം മനസ്സിലാക്കണം. അതാണ് പ്രധാന കാര്യം. ആ സഹോദരൻ പറഞ്ഞ പ്രവചനം ദൈവവചനാനുസൃതമായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സഹോദരൻ പറഞ്ഞു, സഹോദര, അത് സത്യമായിരിക്കാം, അത് തെറ്റൊന്നുമില്ലല്ലോ എന്ന് ഞാൻ കരുതുന്നു. ആ സഹോദരൻ ആത്മീയമായി കാര്യങ്ങളെ വിവേചിക്കേണ്ട ആവശ്യകതയെ എനിക്ക് മനസ്സിലാക്കേണ്ടി വന്നു. അത് ആത്മാവിൽ നിന്നുളവായതല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അത് മാത്രമല്ല, പ്രവചിച്ച കാര്യം നിറവേറിയില്ല, അത് സംഭവിച്ചതേയില്ല. ആ വ്യക്തി ഡൽഹിയിലുള്ള സഭ പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹം കണ്ടത്. മലകളിൽ ചേറിപ്പോയ ആടുകളെ പോലെ സഭയെ ഞാൻ കാണുന്നു എന്ന് താൻ പറഞ്ഞു. അതാണ് താൻ പ്രവചിച്ചത്. അനേകം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദൈവകൃപയാൽ സഭ നിലനിൽക്കുന്നു. അതിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ.